നമസ്കാരം. എല്ലാ മാന്യ പ്രേക്ഷകർക്കും ആചാര്യ വിഷ്വൽ മീഡിയയുടെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മൾ ഈ ചാനലിലൂടെ ജ്യോതിഷ സംബന്ധമായ കാര്യങ്ങളെക്കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. ഇന്ന് നമുക്ക് വിഷുഫലത്തെക്കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. ഇപ്പോൾ വിഷുഫലം എന്ന് പറയുമ്പോൾ ഒരു വർഷത്തെ ഫലത്തെ ചിന്തിക്കുന്നതാണ്. 2024 മേടം 1-ാം തീയതി തൊട്ട് ഇപ്പോൾ മേടമാസത്തിലെ അതായത് 1199 മേടമാസം 1-ാം തീയതി തൊട്ട് ഒരു വർഷക്കാലം മീനമാസം അതായത് ഒരു വർഷത്തെ ഫലത്തെയാണ് നമ്മൾ വാർഷിക ഫലമായിട്ട് കാണുന്നത്. ജ്യോതിഷശാസ്ത്രപ്രകാരം വിഷു തൊട്ടാണ് അതായത് മേടമാസം തൊട്ടാണ് ജ്യോതിഷമാസം ആരംഭിക്കുന്നത്. ഇപ്പോൾ ജ്യോതിഷമാസം ശരിക്ക് മേടമാസം തൊട്ട് ആരംഭിക്കും. അതേപോലെ മലയാള മാസം ചിങ്ങമാസം തൊട്ട് ആരംഭിക്കും. ഇംഗ്ലീഷ് വർഷം ജനുവരി തൊട്ട് ആരംഭിക്കും. അപ്പോൾ ജ്യോതിഷപ്രകാരം ജ്യോതിഷമാസം ആരംഭിക്കുന്നത് മേടമാസം തൊട്ടാണ്. അതുകൊണ്ടാണ് വിഷു ഫലത്തിന് വളരെ പ്രാധാന്യം കൽപ്പിക്കുന്നതിന് കാരണം സൂര്യൻ ഉച്ചരാശിയിലേക്ക് പ്രവേശിക്കുന്ന അതാണ് മേടമാസം. ഉച്ചത്തിലേക്ക് സൂര്യൻ പ്രവേശിക്കുകയാണ്. അപ്പോൾ ഉച്ചത്തിലേക്ക് സൂര്യൻ്റെ പ്രവേശം വളരെ നേട്ടഭാവത്തെ കൊടുക്കും. ഒരു വർഷത്തെ വാർഷിക ഫലത്തെ ചിന്തിക്കുമ്പോൾ ഓരോ രാശിക്കാർക്കും എങ്ങനെയാണ് ഓരോ രാശിക്കാർക്ക് ഓരോ രീതിയിലാണ് അത് എഫക്റ്റ് ചെയ്യണേ. ഇന്ന് നമുക്ക് ഇടവൻ രാശിക്കാരുടെ ഫലത്തെക്കുറിച്ച് ചിന്തിക്കാം. ഇടവൻ രാശിയിൽ ഉള്ള 2.25 നക്ഷത്രക്കാർ അതായത് കാർത്തിക നക്ഷത്രത്തിൻ്റെ 1/4 ഭാഗം ആദ്യത്തെ 1/4 ഭാഗം മേടരാശിയിലേക്ക് പോവും. 1/4 ഭാഗവും രോഹിണി നക്ഷത്രവും മകയിരത്തിൻ്റെ ആദ്യ പകുതി ഭാഗവും ചേരുന്നതാണ് ഇടവൻ രാശി. ഇടവൻ രാശിക്കാർക്ക് കഴിഞ്ഞ പീരീഡുകളിലാവിട്ട് 12-ൽ വ്യാഴം സഞ്ചരിച്ചുകൊണ്ട് നിന്ന കാലഘട്ടമാണ്. വ്യാഴം 12 നിന്ന സമയം മാത്രമല്ല കണ്ടകശനി നടന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടം. ഇതൊക്കെ വളരെ ദോഷഫലത്തെ കൊടുക്കുന്ന സമയമായിരുന്നു. ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ വിഷുഫലത്തെ ചിന്തിച്ചപ്പോൾ നമ്മൾ 23-24 വിഷുഫലം ചിന്തിച്ചപ്പോൾ വളരെ ദോഷപ്രദമായിരുന്നെങ്കിൽ 24-25 മാർച്ച് വരെയൊക്കെ വരുന്ന ഏപ്രിൽ മാസം 14-ാം തീയതിയൊക്കെ വരുന്ന വരെ നിങ്ങൾക്ക് വളരെ അനുകൂലപ്രദമായ സമയമാണ്. അതിൽ പ്രധാനമായിട്ട് വ്യാഴം ജന്മത്തിലേക്ക് പ്രവേശിക്കുകയാണ്. 12 നിന്ന് ജന്മത്തിലേക്ക് വ്യാഴം വരെയാണ്. നിങ്ങളെ കൂടെ വ്യാഴഭഗവാൻ വന്നു ചേരുകയാണ്. ജന്മത്തിലേക്ക് വ്യാഴം വരിക എന്ന് പറയുമ്പോൾ കുറേ ഈശ്വരാധീനം കൂടുതലായി വർത്തിക്കും. നമുക്കൊപ്പം ഭഗവാന്റെ സാന്നിധ്യം ഉണ്ടാവുകയാണ്. അത് മാത്രമല്ല കഴിഞ്ഞ കുറേ പീരീഡുകളായിട്ട് കണ്ടകശനിയും കൂടി നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് 2025 മാർച്ച് മാസത്തോടു കൂടി കണ്ടകശനി അവസാനിക്കും. അപ്പോൾ ശനിയുടെ ബന്ധമുണ്ട് നിങ്ങൾക്ക്. എങ്കിലും വ്യാഴത്തിൻ്റെ മാറ്റം അനുകൂലപ്രദമാകിയാൽ സാമ്പത്തിക പുരോഗതി വന്നു ചേരും. സാമ്പത്തികമായി മുടങ്ങിക്കിടക്കുന്ന കാര്യങ്ങൾ 12-ൽ വ്യാഴം നിൽക്കുക എന്ന് പറയുമ്പോൾ എല്ലാ നഷ്ടത്തിലൂടെ കടന്നു പോകും. പൈസ കിട്ടാനുള്ളത് കിട്ടത്തില്ല, എല്ലാം ബ്ലോക്കായി പോവും. അപ്പോൾ പ്രധാനമായി സാമ്പത്തിക ബ്ലോക്ക് മാറിക്കിട്ടും. അതുപോലെ ചെയ്യുന്ന കാര്യങ്ങൾക്ക് വിജയസാധ്യതയുണ്ടാവും. തൊഴിൽ പുരോഗതി വരും. ഉദ്യോഗത്തിലാവട്ടെ നമുക്ക് പുരോഗതിയിലേക്ക് കാര്യങ്ങൾ കടന്നു പോകും. സാമ്പത്തിക മേന്മയ്ക്കൊപ്പം തന്നെ മറ്റ് പ്രവൃത്തി മേഖലകളിലും നിങ്ങൾക്ക് ശോഭിക്കാൻ പറ്റും.
മുടങ്ങിക്കിടക്കുന്ന പല കാര്യങ്ങളും നമുക്ക് പൂർത്തീകരിക്കാൻ സാധിക്കും. അതിന് ഒപ്പം തന്നെ ശാരീരിക ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് 12 വ്യാഴം നിൽക്കുമ്പോൾ ശാരീരികമായും മാനസികമായും സാമ്പത്തികമായും തകർച്ച അനുഭവിച്ചുകൊണ്ടിരുന്ന നിങ്ങൾക്ക് അതിൽ നിന്നെല്ലാം മുക്തി ഉണ്ടാവാൻ പോവുകയാണ്. അത് പുരോഗതിയിലേക്ക് നയിക്കും എന്നുള്ളതിന് സംശയം വേണ്ട. അപ്പോൾ ധൈര്യമായിട്ട് പ്രാർത്ഥനയും കൂട്ടി, കാരണം 1 വർഷത്തോളം കാലയളവ് കൂടി ശനിയുടെ ബന്ധമുണ്ട്. അപ്പോൾ ശനി നിൽക്കുന്നത് കൊണ്ട് ശനിയെ കൂടെ പ്രീതിപ്പെടുത്തി കൊണ്ടുപോകുമ്പോൾ പെട്ടെന്ന് തടസ്സം മാറും. ശനിയെ പ്രീതിപ്പെടുത്താൻ വേണ്ടി ശാസ്താവിന് ശനിയാഴ്ച ദിവസങ്ങളിൽ നീരാഞ്ജനം കത്തിച്ച് പോകണം, ശനി വ്രതം നോക്കണം, സൂര്യഭഗവാനെ പ്രാർത്ഥിക്കണം. ഇതൊക്കെ കൂടി ചെയ്തു പോകുമ്പോൾ പെട്ടെന്ന് നിങ്ങൾക്ക് തടസ്സം മാറാൻ സഹായിക്കും. 1 വർഷത്തെ ഫലത്തെയാണ് ചിന്തിക്കേണ്ട. ശനിയുടെ ദോഷവും കൂടി മാറ്റിയെടുക്കുക. അതുപോലെ വ്യാഴഭഗവാൻ ജന്മത്തിലേക്ക് വന്നിരിക്കുന്ന സമയമായതുകൊണ്ട് വിഷ്ണു ക്ഷേത്രത്തിൽ വ്യാഴാഴ്ച പാൽപ്പായസം, തുളസിമാല, അർച്ചന ഇവ നടത്തണം. അപ്പോൾ വിഷ്ണുവിനെ കൂടി പ്രീതിപ്പെടുത്തി കൊണ്ടുപോവുക. അപ്പോൾ സുനിശ്ചിതമായിട്ടും നിങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുകയും അങ്ങോട്ട് ഐശ്വര്യഫലത്തെ പ്രദാനം ചെയ്ത് തരികയും ചെയ്യും. അപ്പോൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ബെൽ ബട്ടണും കൂടി അമർത്തുക. എന്തിന് ബെൽ ബട്ടൺ അമർത്തണം എന്ന് പറഞ്ഞാൽ, നമ്മളൊരു ചാനലിലൂടെ തന്നെ പല പ്രോഗ്രാമും ചെയ്യുന്നുണ്ട്. പ്രധാനമായിട്ട് എല്ലാ ദിവസത്തെയും നിത്യജ്യോതിഷം, ഇന്നത്തെ നിങ്ങളുടെ ഫലം, ഇന്ന് ചെയ്തുകൂടാത്ത കാര്യങ്ങൾ, ഇന്നത്തെ ദിവസം എന്തൊക്കെ നമുക്ക് ആവാം എന്നതിനെ എല്ലാം നമ്മൾ ഓരോ ദിവസത്തെ ഫലത്തിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരികയാണ്. അപ്പം നമുക്ക് ഓരോ കാര്യങ്ങൾക്ക് ഇറങ്ങുമ്പോൾ ഇന്ന് ചെയ്യണമോ അല്ലെങ്കിൽ ഇന്ന് നമുക്ക് മാറ്റി വയ്ക്കണമോ എന്ന് കൂടെ രാവിലെ അറിഞ്ഞിട്ട് നിങ്ങൾക്ക് പുറത്തിറങ്ങാം. അപ്പോൾ ഇന്ന് ഇറങ്ങേണ്ട സമയം തൊട്ട് ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ തൊട്ട് എല്ലാം നമുക്ക് നിത്യജ്യോതിഷത്തിലൂടെ പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനൊപ്പം തന്നെ ബെൽ ബട്ടണും കൂടി അമർത്തുമ്പോൾ അന്നുള്ള ഫലം നിങ്ങൾക്ക് മനസ്സിലാക്കാനും അതനുസരിച്ച് ഓരോ ദിവസം മുന്നോട്ട് കൊണ്ടുപോകാനും സാധ്യമാവും. അതുപോലെ തന്നെ യൂട്യൂബിൽ നമ്മൾ ലൈവ് പ്രോഗ്രാം ചെയ്യുന്നുണ്ട്. യൂട്യൂബ് ലൈവ് 1 മണിക്കൂറോളം ദൈർഘ്യമുള്ള ലൈവ് ഇടയ്ക്കിടയ്ക്ക് ചെയ്യുന്നുണ്ട്. അത് എന്നാണ് എന്ന് നമ്മൾ ഇതിൽ കൊടുക്കുമ്പോൾ, ചാനലിൽ കൊടുക്കുമ്പോൾ പലരും പ്രോഗ്രാം കഴിഞ്ഞതിന് ശേഷമാണ് അയ്യോ പ്രോഗ്രാം ഉണ്ടായിരുന്നു എന്നറിയുകയും പിന്നീട് നമുക്ക് അപ്പോഴും വിളിച്ച് ചോദിക്കുമ്പോൾ അടുത്ത പ്രോഗ്രാം വരെ വെയിറ്റ് ചെയ്യേണ്ടി വരും. അല്ലെങ്കിൽ നമുക്ക് ആ പ്രോഗ്രാമിലൂടെ നിങ്ങൾക്ക് അപ്പോൾ തന്നെ 1 മണിക്കൂർ നേരം സമ്പാദിക്കാനും സാധിക്കും. അതുകൊണ്ടാണ് അത് ബെൽ ബട്ടണും കൂടി അമർത്താൻ പറയുന്നതിൻ്റെ കാരണം. അതുപോലെ തന്നെ ഞങ്ങളുടെ ഒരു സ്ഥാപനം വിദേശ മലയാളികൾക്ക് വേണ്ടിയിട്ട് UAE കരാമയിൽ ആരാമർ റെസ്റ്റോറൻറ്റിന് അടുത്തായിട്ട് നമ്മൾ പൂജാസ് ജുവലറി ട്രേഡിംഗ് LLC എന്ന് പറഞ്ഞ് സ്ഥാപനം കൂടിയുണ്ട്. കാരണം UAE മലയാളികൾക്ക് നേരിൽ വന്ന് കൺസൾട്ട് ചെയ്യാൻ വേണ്ടി ആയിട്ട് അവിടെ സ്ഥാപനം ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതും നിങ്ങൾക്ക് ഉപയോഗിക്കാം. അപ്പോൾ എല്ലാ ഇടവരാശിക്കാർക്കും നല്ലൊരു വർഷം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.